Welcome to Jopa's Track. Jopa's Track invites you to hear this great unsung hero of real life, Jai Hind. Good morning, sir, and welcome to Jopa's Track. And എനിക്ക് വേണ്ടത് ആസ് ഇറ്റ് ഇസ് ഞാൻ സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി വന്നു ആൻഡ് സാറിൻ്റെ സർവീസിലുള്ള ഡിഫൻസിലുള്ള ലൈഫിനെ പറ്റി എന്നെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു തരാൻ, അത് നമുക്ക് മനസ്സിലാക്കി തരാൻ. I hope just share it. This is your space and just share your experience and your knowledge about defense and your service. Just introduce yourself. Good morning to you and to all viewers. I am Colonel KRISHNA KUMAR, retired. Firstly, thank you for giving me this opportunity to share my views with all the viewers. എൻ്റെ അച്ഛൻ സാർജൻ ഗംഗാധരൻ. എൻ്റെ ബ്രീഫ് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് എൻ്റെ ജന്മദേശമായ പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ കുട്ടിക്കാലം അച്ഛൻ്റെ കൂടെ എയർഫോഴ്സിലെ ഡിഫറെൻറ്റ് സ്റ്റേഷൻസിലായതുകൊണ്ട് എൻ്റെ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ പൂനെയിലും ചെന്നൈയിലുമൊക്കെ ആയിരുന്നു ആദ്യകാല എഡ്യൂക്കേഷൻ. അതിനുശേഷം അച്ഛൻ എയർഫോഴ്സ് പ്രീമച്വർ റിട്ടയർമെൻറ്റ് എടുത്ത് വന്നിട്ട് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എറണാകുളത്ത് വന്ന് അച്ഛൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇവിടെ സെറ്റിലായി. എൻ്റെ ബാക്കി എഡ്യൂക്കേഷൻ കേന്ദ്രീയ വിദ്യാലയ കൊച്ചിയിലായിരുന്നു. ഞാൻ 12th വരെ അവിടെ പഠിച്ചു. അതിനുശേഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി സെലക്ഷൻ കിട്ടി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേർന്ന് 3 years ട്രെയിനിങ്ങും അതിനുശേഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 1 year ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷനായി. എനിക്ക് ഡിഫൻസിൽ ജോയിൻ ചെയ്യാനുള്ള മെയിൻ ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛൻ്റെ നിന്നാണ് കിട്ടിയത്. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് അച്ഛൻ യൂണിഫോം ഇട്ട് ജോലിക്ക് പോകുന്നത് കണ്ട നല്ല ഓർമ്മയുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഇൻഡോ പാക് യുദ്ധമുണ്ടായത്. ആ സമയത്ത് അവിടുത്തെ എൻ്റെ അച്ഛൻ പൂനെയിലായിരുന്നു പോസ്റ്റഡ്. അവിടുത്തെ ആ സിറ്റുവേഷനും ഞങ്ങളുടെ ഡെയിലി എയർ റെയ്ഡ് ഡ്രിൽസും അതെല്ലാം കണ്ട് ആസ് എ യങ് ചൈൽഡ് ഞാൻ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ വാർ ലൈക്ക് സിറ്റുവേഷനിൽ. അന്ന് കാലത്ത് അച്ഛനെ കാണാൻ പോലും കിട്ടുമായിരുന്നില്ല. ആ എപ്പോഴാണ് ഓഫീസിലേക്ക് പോണതും രാത്രി എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയും ബിസി ലൈഫായിരുന്നു ആ 2 weeks ഡ്യൂറേഷൻ. അതിനുശേഷം അച്ഛന് മെഡൽ കിട്ടിയായിരുന്നു ആ യുദ്ധത്തിൽ ഉള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്. ഹി വാസ് ഓണേർഡ് വിത്ത് വിശിഷ്ട സേവാ മെഡൽ. അപ്പോൾ അതൊക്കെ അന്ന് കുട്ടിയാണെങ്കിലും ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞ് അച്ഛനെ കൺഗ്രാജുലേറ്റ് ചെയ്യണതും നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനമായിരുന്നു. അതിനുശേഷം അച്ഛൻ പ്രീമച്വർ റിട്ടയർമെൻ്റ് എടുത്ത് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് വന്ന് സെറ്റിലായി. ഇവിടെ എൻ്റെ സ്കൂളിംഗ് കേന്ദ്രീയ വിദ്യാലയ കൊച്ചിയിലായിരുന്നു. മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വെയർ ചിൽഡ്രൻ ഓഫ് നേവൽ പേഴ്സണൽ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ എയർഫോഴ്സ് യൂണിഫോം വിട്ട് നേവി യൂണിഫോം ആയിരുന്നു ഇവിടെ മെയിൻ കാഴ്ച. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ പേരൻസും ആ നേവൽ ബേസിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കണ്ടപ്പോൾ ഞാൻ വളരെ ഇംപ്രസ്ഡായി യൂണിഫോം ലൈഫുമായിട്ട്. അതൊരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ സ്കൂളിലത്തെ കൾച്ചറും കുറച്ച് അങ്ങനെയായിരുന്നു. മിക്കവാറും നേവൽ പേഴ്സണലിലെ ചിൽഡ്രൻ ആയതുകൊണ്ട് മെനി ഓഫ് ദം യൂസ് ടു അപ്പിയർ ഫോർ ദ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഇറ്റ് വാസ് എ വെരി കവറ്റഡ് എക്സാം. അത് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു എവറി ബാച്ചിൽ ഒരു 100-120 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് വിച്ച് അറൗണ്ട് 40-50 യൂസ് ടു അപ്പിയർ. അപ്പോൾ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാനും എടുത്തത്, എൻ്റെ ഫ്രണ്ട്സും എടുത്തത്. അങ്ങനെ എനിക്ക് 11th സ്റ്റാൻഡേർഡിലായപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് അപ്ലൈ ചെയ്തു. നാഷണൽ ഡിഫൻസ് ഈസ് എ ട്രൈ സർവീസസ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ചോയ്സ് കൊടുക്കണം. അപ്പോൾ നാച്ചുറലി ബീങ് ആൻ എയർമാൻ സൺ, ഞാൻ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എയർഫോഴ്സ് ആൻഡ് മൈ സെക്കൻഡ് ഇൻഫ്ലുവൻസ് വാസ് നേവി, ഹാവിങ് സ്റ്റഡീഡ് ഇൻ കൊച്ചിൻ. എൻ്റെ സെക്കൻഡ് ചോയ്സ് നേവി. ആർമിയെ പറ്റി എനിക്ക് അന്ന് വലിയ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. മൈ തേർഡ് ചോയ്സ് വാസ് ആർമി. എയർഫോഴ്സ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുമ്പോൾ ഇൻ NDA there are two, one is the exam and the service selection board, but for Air Force, since all cadets going to Air Force through NDA are to go to flying branch, അപ്പോൾ compulsorily PABT ടെസ്റ്റ് ഉണ്ട്, പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ബാറ്ററി ടെസ്റ്റ്. അത് കമ്പൾസറി ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം സെലക്റ്റായി SSB പോയത് 2 എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് മൈസൂരിലേക്കായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഈ 2 ടെസ്റ്റും നടന്നു. Though I passed the PABT, that is Pilot Aptitude and Battery Test,
unfortunately, I didn't get selected in the service selection board. അപ്പോൾ അങ്ങനെ എനിക്ക് ഇച്ചിരി നിരാശയായിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇതൊരു ഫസ്റ്റ് ചാൻസ് അല്ലേ, നമുക്ക് ഇനിയും ഏജ് ഇസ് വിത്ത് യു ആൻഡ് യു ഹവ് ഗോട്ട് പ്ലെൻറ്റി മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. അപ്പോൾ ദിസ് എക്സാം ഈസ് കണ്ടക്ടഡ് ട്വൈസ് എ ഇയർ. അറ്റംപ്റ്റ് again I passed the written exam and again my call came to AFSB Mysore. Since I have already passed PABT, ഇപ്രാവശ്യം വെറും സർവീസ് സെലക്ഷൻ ബോർഡ് മാത്രം ക്വാളിഫൈ ചെയ്താൽ മതിയായിരുന്നു. ആൻഡ് സെക്കൻഡ് ടൈം ടു മൈ ഗുഡ് ലക്ക് ആൻഡ് എഫേർട്സ് ഞാൻ ക്വാളിഫൈഡ് ആയി. I don't think it's good luck, it is your qualities, sir. Thank you. That's in your blood. After that, there is a grueling medical test because since Air Force cadets for NDA have to become pilots, the medicals is also very tough. And in that medical test, I was diagnosed with short sight. അപ്പോൾ ഞാൻ അതുവരെ കണ്ണട ഉപയോഗിച്ചിരുന്നില്ല. ഇവിടെ സ്കൂളിലൊന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. ദോ ഐ ന്യൂ അറ്റ് ടൈംസ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അത്ര ചിലപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റില്ലായിരുന്നു. ബട്ട് അതിന് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇവിടെ വെച്ചാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് എൻ്റെ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്നും ദേ മേഡ് മീ അൺഫിറ്റ് ഫോർ ബോത്ത് എയർഫോഴ്സ് ആൻഡ് നേവി ആൻഡ് ഫിറ്റ് ഓൺലി ഫോർ ആർമി. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു നിരാശ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എയർഫോഴ്സും സെക്കൻഡ് ചോയ്സ് നേവി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമീനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എനിക്കതിൽ ചേരാൻ വലിയൊരു ഇതുണ്ടായിരുന്നില്ല. എനിവേ ഐ കെയിം ബാക്ക്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അഗേൻസ്റ്റ് ദ മെഡിക്കൽ ബോർഡ് ദർ ഇസ് എ പ്രൊസീജിയർ ടു അപ്പീൽ ആൻഡ് ഇഫ് it is diagnosed okay, you can still get selected. അപ്പോൾ അച്ഛൻ എന്നെ ഇവിടെ അന്നത്തെ ഫേമസ് ഐ ഹോസ്പിറ്റൽ എറണാകുളത്ത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിരുന്നു അങ്കമാലിയിൽ. നിങ്ങൾ അവിടെ പോയി. പക്ഷേ അവിടുത്തെ ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു യു ആർ ഗോട്ട് ദിസ് പ്രോബ്ലം, യു ആർ നോട്ട് ഹാവിംഗ് 6/6 ഐസൈറ്റ്, സോ ദർ ഇസ് നോ സ്കോപ്പ് ടു ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഈ കണ്ണട വെക്കൽ തന്നെയാണ് പിന്നുള്ള. അപ്പോൾ പിന്നെ ഐ റിസൈൻ ടു മൈ ഫെയ്ത്ത് ആൻഡ് തോട്ട് ദിസ് ഇസ് വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ മീ. And I decided to join the NDA as an army cadet. അങ്ങനെ 83 ജനുവരിയിൽ ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിലേക്ക് പോയി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 SSB, സിൻസ് യു പീപ്പിൾ ആർ ടു അവർ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ഫോർ ദി ആം ഫോഴ്സസ്, ഈ ഫെയിലിയറും പാസ്സാകുന്നു ടു മൈ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞപ്പോൾ അല്ല നമ്മുടെ എഫേർട്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ അപ്ബ്രിങ്ങിങ്ങും നമ്മുടെ അന്നത്തെ നമ്മുടെ ജീവിക്കുന്ന സാഹചര്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ 2 SSB അറ്റംപ്റ്റ് എനിക്ക് ഞാൻ എന്നെ സെൽഫ് കറക്ഷൻ നടത്തിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഐ വാസ് ക്വൈറ്റ് ഷൈ പേഴ്സൺ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവിലും എല്ലാം നമ്മൾ അധികം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ആ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ സ്വയം മനസ്സിലാക്കി എൻ്റെ എന്തായിരുന്നു ഡ്രോബാക്സ്. അത് ഞാൻ നെക്സ്റ്റ് ടൈം പോയപ്പോൾ ഐ ഡിഡ് സെൽഫ് കറക്ഷൻ ആൻഡ് ഐ വാസ് ഹാപ്പി ടു ഹാവ് പാസ്ഡ്. സിമിലർലി ഞാൻ ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോയപ്പോൾ അതും എനിക്കൊരു വലിയൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചൈൽഡ്ഹുഡിൽ ഐ വാസ് നോട്ട് എ വെരി ഹെൽത്തി ചൈൽഡ്. ഞാൻ ആസ്തമാറ്റിക് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആസ്തമ ബൗട്ട്സ് ഉണ്ടാകുമായിരുന്നു. സോ ഫിസിക്കലി മൈ ആക്ടിവിറ്റീസ് വെയർ വെരി മിനിമം. Though academically I was brilliant, I did well in studies. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്കൂളിംഗ് ഡ്യൂറേഷനിൽ ഹാർഡ്ലി എനിത്തിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എനിക്ക് എവറി മന്ത് ഓർ വൺസ് ഇൻ 40 days I used to get these asthmatic attacks. Though the pediatrician and the doctors told, അതായത് ഈ ചെറുപ്പത്തിൽ ആസ്തമാറ്റിക് ആകുമ്പോൾ അത് ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെയിൻ ചെയ്യും, അത് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈ ദ ടൈം ഐ ജോയിൻ NDA എനിക്ക് അങ്ങനത്തെ ആസ്തമാറ്റിക് ബൗട്ട്സ് ഒന്നും വരാറുണ്ടായിരുന്നില്ല. But my handicap was when I went to that institution, since I had not participated in much of physical activities during my schooling days, and bulk of the cadets who came there from Sainik school, military school background, അവരൊക്കെ already they were proficient in physical activities. ഒന്നത്. രണ്ടാമത് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് അതിന് മുമ്പുള്ള കുറച്ച് എക്സ്പോഷർ നോർത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിന് ശേഷം മൈ ഫോർമേറ്റീവ് ഇയേഴ്സ് വെർ മെയിൻലി ഇൻ കൊച്ചി. അപ്പോൾ അവിടെ പോയപ്പോൾ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് ഓൾ ടുഗെദർ. അവിടെയുള്ള കാഡറ്റ്സ് ദേ വെർ റെപ്രസെൻറ്റിംഗ് all India and from very diverse backgrounds. Though most of them are from defense background. Most of the cadets were
from the tri-services, children of personnel who have already served or were serving in the armed forces. അതെനിക്കൊരു വളരെ ഒരു ഗ്രേറ്റ് എക്സ്പോഷർ ആയിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ആ ഇനീഷ്യൽ കൾച്ചർ ഷോക്ക് ആയിരുന്നെങ്കിലും അത് വളരെ മോട്ടിവേറ്റിങ്ങും എനിക്ക് പുതിയ ഫ്രണ്ട്സും കിട്ടുകയും അവിടുത്തെ ട്രെയിനിങ്ങും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അധികം സമയമെടുത്തില്ല. അപ്പോൾ അത് those 3 years in India were very challenging. അപ്പോൾ like I told, എൻ്റെ first semester was a bit handicapped due to my not having that physical strenuous training exercise. But by the time ഞാൻ എൻ്റെ third semester എത്തുമ്പോഴേക്കും I could catch up with my other course mates. യു വിൽ ബി സർപ്രൈസ്, നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടല്ലോ വളരെ കേപ്പബിൾ ആണ്. നമുക്കറിയില്ല നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ എൻഡ്യൂറൻസ് ലിമിറ്റ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ബോഡിക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതെനിക്ക് സ്വയം അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഇനീഷ്യലി ഈ ലോങ് ഡിസ്റ്റൻസ് ക്രോസ് കൺട്രി ഓടി വരുമ്പോൾ ഐ യൂസ് ടു ബി ലാഗിങ് ബിഹൈൻഡ്. ബട്ട് അത് ത്രൂ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്, ബൈ ദ ടൈം ഐ റീച്ച് third semester I started doing well. In NDA, they expect each cadet to be good in some sport, one sport or the other. You have to excel yourself. Okay. So since I was not having any, like I told before, നേരത്തെ തന്നെ ഈ സ്പോർട്സിൽ സ്കൂളിൽ ഇൻഡൽജ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എളുപ്പമായത് ഈ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആയിരുന്നു. അതിനാവുമ്പോൾ ദർ വാസ് നോട്ട് മച്ച് ടെക്നീക്ക് ആൻഡ് പിക്കിംഗ് അപ്പ് എ ന്യൂ സ്പോർട്ടുള്ള ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ ബൈ ദ ടൈം ഐ റീച്ച് മൈ 6th semester, I became quite good in long distance running. I was appreciated for that. പിന്നീട് എൻ്റെ സർവീസിലും ഞാൻ പിന്നെ വരും. I joined infantry in the army where physical fitness is of utmost importance, and ഞങ്ങളുടെ ലൈഫും it is all in the field areas, in the mountains and forests and such topography. So this physical ability for long distance running and stamina stood me in good stead in my later years in the army. But training കഴിഞ്ഞിട്ട് എങ്ങോട്ടായിരുന്നു? Or are you still with the training? Yeah. So like I was trying to express, by my first 3 years in NDA, by the time I passed out after 3 years training, I became physically tough, and that confidence was built in me. Okay, that's great. So this is such an institution which transformed you can say a young boy from a rural or B-town background, molded into a confident youngster looking forward to join the defense as a commissioned officer. So after the 3 years training, which is tri-services, all the 3 services combined training, after that NDA training, the different service people go to their respective training establishments. Like in my case, I being from Army, I went to Indian Military Academy, whereas the Naval cadets went to the Naval Academy and the Air Force cadets went to the AFA. So my next 1 year training was in Indian Military Academy, Dehradun. This was a great experience. And the northernmost part of India was, if it was Pune. Now my first journey to Dehradun, and it happened to be a January, first week of January. അതുവരെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടില്ല. അപ്പോൾ അതൊരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ദേഹ്രാദൂൺ എത്തിയത് ഒരു ഈവനിങ് ട്വൈലൈറ്റ് ആണ്. ആൻഡ് ദ പ്രീവിയസ് ഡേ ഇറ്റ് ഹാഡ് സ്നോഡ് ഇൻ മസൂരി, ആൻഡ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പോഷർ ടു നോർത്ത് ഇന്ത്യൻ വിന്റർ. ആൻഡ് അതെനിക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു ഇറ്റ് ഹിറ്റ് മീ എ ലിറ്റിൽ ബിറ്റ്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കണ്ട വെതറും അതിനുശേഷം പൂനെയിൽ കണ്ട വെതറും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വാസ് സംതിങ് എക്സ്ട്രീം. Though in my later years I have seen much more extreme cases, but at that point in life when I was 19 years old, so this was a very extreme weather which I thought I'm facing. Okay. But then, like I told before, these 3 years of India has made you physically tough. I underwent that next 1 year training in IMA, also very well, and successfully completed my pre-commission training and was commissioned on December 86. And എനിക്ക് കമ്മീഷൻ കിട്ടിയത് 17th Battalion, ദി രാജ്പൂത് റെജിമെന്റിൽ. ഞാനൊരു ഇൻഫൻട്രി ഓപ്റ്റ് ആയിരുന്നു. ഇൻ IMA യു ക്യാൻ ഓപ്റ്റ് ഫോർ യുവർ വേരിയസ് ആംസ് ആൻഡ് സർവീസസ് വിതിൻ ദി ആർമി. അപ്പോൾ അത് നമ്മൾ ഓപ്റ്റ് ചെയ്യും.
പക്ഷെ അത് കിട്ടണത് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ടു മേക്ക് എ ഈവൻ ബാലൻസ് ബിറ്റ്വീൻ ഓൾ ആംസ് ആൻഡ് സർവീസസ് ദർ ഇസ് എ പോളിസി ബൈ ദി ആർമി ഹെഡ് ക്വാർട്ടർ. അവർ നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ബ്ലോക്സിൽ ഡിവൈഡ് ചെയ്തിട്ട് they'll ensure that each arm and service gets a equal representation of very bright cadets, slightly average cadets, that way. അപ്പോൾ ലൈഫ് ഇസ് ഇൻ ദ ആർമി ഇറ്റ് ഇസ് ദ ടഫസ്റ്റ് ഈസ് സപ്പോസ് ടു ബി ദ ഇൻഫൻട്രി. അപ്പോൾ അന്ന് കാലത്തല്ല ഇന്നും ഇൻഫൻട്രി ഓപ്റ്റീസ് ആർ ലെസ്. മെനി പീപ്പിൾ ഓപ്റ്റ് ഫോർ സർവീസസ് ഓർ ടെക്നിക്കൽ ആംസ് and within the fighting arms also people prefer the armored corps or mechanized infantry, but infantry optees were very few. And some of my friends used to laugh at me, why are you an infantry optee? But by the time I had already decided that if I am in the army, I should be in the proper fighting part of the army, and no one could change my decision. And I was also impressed by my then company commander, who happened to be from Rajput regiment. So when you opt for infantry, you also opt for 3 regiments in your order of preference. And my first choice was Rajput regiment. And to my good luck, I got my first choice, and I was commissioned to 17th Rajput. As an infantry officer, our initial life in the army is with your battalion. And that battalion is just like a family. Unlike our Air Force, Navy, even within the army and other arms and services, we have continuity. We have 3 units, you get posted to a different unit. നമുക്ക് ആദ്യം പോയിട്ട് പുതിയ കൊളീഗ്സും പുതിയ ട്രൂപ്സും അല്ലെങ്കിൽ മെനു കമാൻഡ് ഓർ യുവർ സുപ്പീരിയേഴ്സ് യു ഗെറ്റ് ഡിഫറെൻറ്റ് ഈച്ച് 2 or 3 years. പക്ഷേ ഇൻഫൻട്രി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻഫൻട്രി എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെയാണ്. ആ ഇൻഫൻട്രി ബറ്റാലിയൻ, ദ ഹോൾ ബറ്റാലിയൻ മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ നമ്മൾ ഒരു 3 കൊല്ലം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണെങ്കിൽ ദ ഹോൾ ബറ്റാലിയൻ മൂവ്സ്. അപ്പോൾ ആ ബറ്റാലിയൻ്റെ പേഴ്സണൽ, ദി ട്രൂപ്സ് ഇൻ ദ ബറ്റാലിയൻ, ദി ഓഫീസേഴ്സ്, ദ JCOs, they all move en masse together. So they all become like a single family. Yes, like a single family. Yes. So this is actually because when you are going for war, you know each other very well. Because ഈ ഇൻഫൻട്രി എന്ന് പറയുന്നതാണ് ഏറ്റവും ഫോർ ഫ്രണ്ടിലുള്ള വാറിൽ ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ഒരു ഇതിന് പോകുമ്പോൾ അത്രയും കോൺഫിഡൻസ് വേണം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാകാനായിട്ടാണ് ഈ പോളിസി. അപ്പോൾ ഇടയിൽ posting, staff posting to get more exposure and difference in different. As an officer, you go out in major rank, in captain rank, in lieutenant colonel rank. നമ്മൾ ഒരു പോസ്റ്റിംഗ് പുറത്ത് പോയിട്ട് തിരിച്ച് ഇതേ യൂണിറ്റിലേക്ക് തന്നെ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇനീഷ്യൽ യു ക്യാൻ സേ ദാറ്റ് റെജിമെന്റൽ ലൈഫ് ഫസ്റ്റ് 17 to 18 years of life is in the same battalion. അത് കഴിയുമ്പോൾ then you outgrow the battalion thing, then you go to different staff. So would you mind to tell your experience as a officer, some challenging experience that you had in the battalion or the regiment? Okay. ഇൻഫൻട്രി ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഓൾവേസ് ചാലഞ്ചിങ്. ആൻഡ് ഇൻഫൻട്രിയിൽ എപ്പോഴും നമുക്ക് ഓൾട്ടർനേറ്റ് ഫീൽഡ് ആൻഡ് പീസ് പോസ്റ്റിംഗ് ആണ്. എനിക്ക് കമ്മീഷൻ കിട്ടിയപ്പോൾ എൻ്റെ ബറ്റാലിയൻ ഓൾറെഡി ഫീൽഡിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ പൂഞ്ച് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഈ പൂഞ്ച് എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളാണ്. അത് വളരെ ആക്റ്റീവ് ബോർഡറാണ്. എവറി ഡേ ഫയറിംഗ് ഈസ് ദെയർ. And fortunately or unfortunately, the time I joined, I got commissioned, like I told before, in December 86. And after that initial 21 days leave, annual leave, I joined the battalion in January 87. That was the year when there was a famous Operation Trident. It was an almost Indo-Pak war-like situation done by General Zia, if you people remember this. അപ്പോൾ ആ സമയത്ത് ഞാൻ പോകുമ്പോൾ there was a lot of troop movement. അത് വളരെ ഒരു എന്താ പറയുക, ഒരു ഇംപ്രസീവ് എന്ന് പറയാം എനിക്ക് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അന്നൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ 2-3 ട്രെയിൻ മാറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ഇവിടുന്ന് പോയ കേരള എക്സ്പ്രസ്സിൽ പോയി ഡൽഹിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഡൽഹി സ്റ്റേഷൻ വാസ് ഫുൾ ഓഫ് ട്രൂപ്സ്. അത്രയും മിലിറ്ററി സ്പെഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ട്രൂപ്സ് ആർ ഓൾ ബീങ് മൊബിലൈസ് ടു ദി ബോർഡർ. അവിടുന്ന് പിന്നെ ജമ്മുവിലേക്ക് വേറെ ട്രെയിൻ കയറി, ജമ്മുന്ന് ഇതുപോലെ യൂണിറ്റിലേക്ക് പോകുമ്പോഴും അപ്പോൾ lot of rumors were there. Even the troops who were going to the forward area were not sure what is happening. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഫസ്റ്റ് നൈറ്റ് ഞങ്ങളൊരു ട്രാൻസിറ്റ് ക്യാമ്പിൽ കിടക്കുകയായിരുന്നു. അന്ന് രാത്രി വേറെ ഒരു ഫോർമേഷൻ അതിൽ കൂടെ മൂവ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആരോ ഒന്ന് എന്നെ ഉണർത്തിയിട്ട് ചോദിച്ചു, നീ രാത്രിയത്തെ ന്യൂസ് കേട്ടോ, BBC പറയുന്നു വാർ ഡിക്ലെയർ ആയി, എന്താണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് തരാൻ കാരണം. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ ഇതുവരെ യൂണിറ്റ് എത്തിയില്ല, എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പോണത്. അന്ന് എനിക്ക് 20 വയസ്സായിരുന്നു.
though training, I have been given training and I am supposed to be a totally finished product to go to war. But this was the situation ഞാൻ ആദ്യം പോയത്. അപ്പോൾ ഞാൻ യൂണിറ്റിലെത്തി, എന്നെ CEO ഇൻ്റർവ്യൂ ചെയ്തു, അവിടുന്ന് എന്നെ ഫോർവേഡ് പോസ്റ്റിലേക്ക് അയച്ചു. അങ്ങനെ ഇപ്പോൾ നമുക്ക് ട്രെയിനിങ്ങിൽ നിന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, യു നോ വാട്ട് യു എക്സ്പെക്ട് ഇൻ എ ഫോർവേഡ് പോസ്റ്റ്. പക്ഷേ ട്രെയിനിങ്ങിലും റിയൽ ലൈഫിലും വ്യത്യാസമുണ്ട്. ട്രെയിനിങ്ങിൽ ഇറ്റ് ഇസ് ഓൾ മോക്കപ്പ് തിങ്സ്. യു ഹാവ് ബീൻ ഷോൺ ബങ്കേഴ്സ്, യു നോ വാട്ട് വിൽ ഹാപ്പൻ. പക്ഷേ ആക്ച്വൽ ലൈഫ് നമ്മളിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ട്രെയിനിങ് സമയത്ത് പറയും ഇങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടണം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ട്രെഞ്ചസിൽ കൂടി നടക്കണം, എനിമി ഫയർ വരുമ്പോൾ സേഫ്റ്റി, യു ഷുഡ് നോട്ട് ബി കോട്ട് ഇൻ ദ ഓപ്പൺ. അപ്പോൾ ഇതൊക്കെ ഇനി ഞാൻ എത്തിയ ഉടനെ തന്നെ ഇവരുടെ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ യൂണിറ്റിലെത്തി, ഞാൻ പറഞ്ഞു ഇന്ന ഇൻ്റർവ്യൂക്കായി അന്ന് രാത്രി അവിടെയായിരുന്നു. നെക്സ്റ്റ് ഡേ വാസ് ഇഷ്യൂഡ് വിത്ത് മൈ പേഴ്സണൽ വെപ്പൺ ആൻഡ് ഐ സ്ട്രേറ്റ് അവേ മൂവ് ടു ദി പോസ്റ്റ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചാലഞ്ച്. അപ്പോൾ അന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് വാർ ബ്രേക്ക്ഔട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ ഫോർമേഷനെ അസോൾട്ട് റോളിന് ഇയർ മാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അസോൾട്ട് റോൾ എന്ന് വെച്ചാൽ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തിട്ട് അറ്റാക്കിന് നോക്കുക, അങ്ങനത്തെ ഒരു റോള്. സാധാരണ ഈ വാർലൈക്ക് സിറ്റുവേഷനിൽ അസോൾട്ടിന് പോകുന്നത് വേറെ ഫോർമേഷൻസ് ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ ഈ ആർമിയിലെ പീസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് ഫോർമേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഗാർഡിംഗ് ദ ബോർഡേഴ്സ്. അപ്പോൾ ദേ ആർ ഗാർഡിംഗ് ദ ബോർഡർ ആൻഡ് പ്രിവെന്റിംഗ് എനി ലോസ് ഓഫ് ഗ്രൗണ്ട് ബൈ ദ എനിമി. ആൻഡ് പീപ്പിൾ ഗോയിങ് ഫോർ ദ അസോൾട്ട്, ദേ ആർ ഇൻ ദ ഡെപ്ത്. ദിസ് ഫോർമേഷൻ ഗോസ് ഇൻ ടു ദ അസോൾട്ട്. ബട്ട് അന്ന് എന്തോ സാഹചര്യം അങ്ങനെ ആയിരുന്നു അവിടെ, ഓർ whatever that which I cannot comment, that unit which was in the holding role was tasked to go for assault, and the people who had come from the depth, they were told to take over the holding role. So that shows what was the kind of situation. അപ്പോൾ അന്ന് എനിക്ക് 1 മാസം സർവീസും കൂടെ ആയിട്ടില്ല ഈ സിറ്റുവേഷനൊക്കെ നടക്കുന്ന സമയത്ത്. ബട്ട് ദാറ്റ് സിറ്റുവേഷൻ ആഫ്റ്റർ 45 days or so that petered out. യുദ്ധവും ഉണ്ടായില്ല. ഈ after this high tension, eyeball to eyeball confrontation, that situation got over and slowly the troops de-inducted to their respective locations. പക്ഷേ ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അന്നും ഇന്നും എപ്പോഴും ആക്റ്റീവാണ്. ആ വാർലൈക്ക് സിറ്റുവേഷൻ കഴിഞ്ഞു. പക്ഷേ എൻ്റെ ആ 2 years ടെന്യൂർ അവിടെ ഉണ്ടായിരുന്നത്, അവിടെ എന്നും ഫയറിംഗ് നടക്കുന്ന സ്ഥലമാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മളെപ്പോഴും ഏരിയ ഡോമിനേഷനാണ്. അതൊരു അൺഡിക്ലെയർഡ് വാർ എന്നുള്ള സോണാണ്. അപ്പോൾ ആ ഇതിൽ എൻ്റെ ആ 2 കൊല്ലം എവറി ഡേ ദർ ഇസ് ഹാർഡ്ലി എനി ഡേ വെൻ ദർ ഇസ് നോ ഫയറിംഗ് അക്രോസ് ദി ബോർഡർ. അപ്പോൾ ഒരു കണക്കിന് അത് എനിക്ക് വളരെ നന്നായിട്ട് എൻ്റെ ഫസ്റ്റ് ടെന്യൂർ തന്നെ ഐ വാസ് ത്രോൺ റൈറ്റ് ഇൻ ടു ദി ഫോർ ഫ്രണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ ടു ഗെയിൻ മൈ കോൺഫിഡൻസ് ഓൾസോ ആൻഡ് ടു get to know my men also and get bonded with the unit also. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഓഫ് റോളിലുള്ള എക്സ്പീരിയൻസ്. അവിടെ എന്തെങ്കിലും ആക്സിഡൻസ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നോ? ആക്സിഡൻസ്, നോർമൽ ആക്സിഡൻസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ലൈക്ക് അതൊരു മലമ്പ്രദേശമാണ്. ലൈക്ക് റോഡ്സ് വൈൻഡിങ്, അവർ കോസ്റ്റ് ആർ ഓൾ on the hills, and that it is kacha tracks, you can like gravel tracks, proper tarmac. അപ്പോൾ മഴ പെയ്യുമ്പോൾ there could be boulders rolling down. അപ്പോൾ അങ്ങനെ അപ്പോൾ ചിലപ്പോൾ empty accident സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ആക്സിഡന്റ് I was eyewitness. One happened right in front of me, but luckily we didn't have any fatal casualties in that accident. Similarly, you have other accidents like I told before. നമ്മുടെ മൂവ്മെന്റ് വളരെ ഗാർഡഡ് ആയിരിക്കണം. അവിടെ ഈ ഒരു പോസ്റ്റിൽ വിതിൻ 1 bunker to another bunker ട്രാവൽ ചെയ്യാൻ അണ്ടർഗ്രൗണ്ട് ട്രെഞ്ചസ് ഉണ്ട്. ആ ട്രെഞ്ചസിൽ വേണം നടക്കാൻ. അപ്പോൾ എന്ത് പറ്റും, ഞാൻ പറഞ്ഞു എവറി ഡേ ഫയറിംഗ് ഉണ്ടാവുന്നു. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് എവറി ഡേ ഫയറിംഗ് പറയുമ്പോൾ ലൈക്ക് ഇഫ് ദ ഫയറിംഗ് സ്റ്റാർട്ട്സ് ഇറ്റ് മേ ലാസ്റ്റ് ഫോർ 15 minutes 20 minutes അത് കഴിഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ 2-3 ദിവസം ലറിലായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംടൈംസ് കോംപ്ലസൻസി സെറ്റ്സ് ഇൻ. അപ്പോൾ ദെൻ ദേ സ്റ്റാർട്ട് ഓർ പീപ്പിൾ മേ സ്റ്റാർട്ട് ഫീലിംഗ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ യു വോണ്ട് ടു വാക്ക് ഇൻ ദ ഓപ്പൺ, അതാണ് ഈസി. ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രെഞ്ചസിനകത്ത് വെള്ളം കയറും. അവിടെ നമ്മുടെ ഈ ചേറ് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ദോ യുവർ ലൈഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ആസ് എവറി ഹ്യൂമൻ ബീങ് സംടൈം യു ഫീൽ എൻ്റെ ഷൂ ചെളിയാക്കണ്ട, അല്ലെങ്കിൽ എൻ്റെ കാലിൽ വൃത്തികേടാക്കണ്ട, ഇതിപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്കിന്ന് വെളിയിൽ കൂടെ തന്നെ പോകാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നല്ല വെയിലില്ല, ഇപ്പോൾ വിസിബിലിറ്റി ഈസ് വെരി പുവർ, ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെ നടന്ന ആരും എന്നെ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് വന്നിട്ട് നടക്കുമ്പോൾ ഇഫ് യു ആർ കോട്ട് ഇൻ ദ ഓപ്പൺ ആക്സിഡൻറ്റ്സ് ക്യാൻ ഹാപ്പൻ. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ലൈൻ ഓഫ് കൺട്രോളിലുള്ളത്. ബേസിക്കലി
if you look after your safety. The organization has provided bunkers, these communication trenches, and such facilities. We must make full use of it. റിയലി ചാലഞ്ചിങ്. It is challenging. അത് കഴിഞ്ഞിട്ട് ഞാൻ പീസ് സ്റ്റേഷനിലേക്ക് വന്നു. സോ ലൈക്ക് ഇൻ ഇൻഫൻട്രി ഓൾട്ടർനേറ്റ് ഒരു ഫീൽഡ് കഴിഞ്ഞാൽ ഒരു പീസാണ്. പീസ് ഇസ് മെയിൻ ഫോർ ട്രെയിനിങ്. ആക്ച്വലി പീസ് പറഞ്ഞാൽ നമ്മുടെ അത് ഒരു ലേമാൻസ് ലാംഗ്വേജ് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ ടെന്യൂർ ടു എൻജോയ് ഓർ ടു ടേക്ക് റെസ്റ്റ് അല്ല. അതിനർത്ഥം ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യു ആർ ടോട്ടലി ഡിപ്ലോയിഡ് ആൻഡ് ആക്റ്റീവ് വിത്ത് എനിമി. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനും ടൈമില്ല. ഈ എനിമിയെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആക്ഷനെ പ്രിവെന്റ് ചെയ്യുക, ഇതായിരുന്നു. നമുക്ക് ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി ഫീൽഡിൽ കിട്ടില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ടെന്യൂർ പീസിൽ വരുമ്പോൾ ഇൻഫൻട്രി ബറ്റാലിയൻസ് ഓർ ദ ആർമി അവർ ഡു ട്രെയിനിങ്.